ഹായ് ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ലോഞ്ചാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നത്. ഒരു കാർ ബ്രാൻഡ് അവരുടെ ഒരു നെയിം പ്ലേറ്റ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊടുത്തിരിക്കുകയാണ്. അതും അവരുടെ ഫസ്റ്റ് പാസഞ്ചർ കാറിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വേറെ വാഹനമൊന്നുമല്ല, ദി ഓൾ ന്യൂ ടാറ്റ സിയറ 2025 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പുതിയ ടാറ്റ സിയറയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഓൾ ന്യൂ ടാറ്റ സിയറ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് അവരുടെ ആദ്യത്തെ സിയറയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ്. എസ്പെഷ്യലി സൈഡ് പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടാണ് ടാറ്റ ഏറ്റവും പുതിയ സിയറ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഗ്ലാസ് ഹൗസൊക്കെ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സിയറ 3 ഡോർ ആയിരുന്നു, ഇത് 5 ഡോറാണ്. ടാറ്റ സിയറയുടെ എക്സ്റ്റീരിയറിൽ ഫ്രണ്ട് ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സ്ട്രിപ്പ് LED DRലാണ് കൊടുത്തിരിക്കുന്നത് ടാറ്റ. അതെല്ലാ വേരിയൻസിലും അതേപോലെ തന്നെ ഉണ്ടെന്നാണ് ടാറ്റ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ടാറ്റ അവകാശപ്പെടുന്നത് ഏറ്റവും സ്ലീക്ക് ആൻഡ് സ്ലിം ഹെഡ് ലാമ്പാണ് ഇതിൽ ടാറ്റ കൊടുത്തിരിക്കുന്നതെന്നാണ്. പിന്നെ അതുപോലെ സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ നമ്മുടെ പ്രീവിയസ് സിയറയുടെ ഒരു റെപ്ലിക്കേഷൻ കാണാം. അതേ ഗ്ലാസ് ഹൗസ് അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത്രയും ഗ്ലാസ് ഹൗസ് ഇതിലില്ല. ബാക്കി പോർഷൻ അവർ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇതിൽ റെപ്ലിക്കേറ്റ് ചെയ്തത്. പക്ഷേ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ടാറ്റ. ഡിസൈൻ വൈസ് നല്ല ഭംഗിയായിട്ടുണ്ട്, ഒരു പ്രീമിയം ലുക്കിംഗ് കാർ തന്നെയാണ്. റിയർ സൈഡിലോട്ട് വരുമ്പോൾ ഡിസൈൻ ഇച്ചിരി പോളറൈസിങ് ആണ്. പലർക്കും ഇഷ്ടപ്പെടാം, പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചൊരു നല്ല പ്രീമിയം കാറിൻ്റെ ഒരു ലുക്കായിട്ട് തോന്നിയേ. എസ്പെഷ്യലി കുറച്ചെല്ലാം ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡിഫൻഡറിഷ് ഡിസൈൻ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഷോൾഡർ ലൈനൊക്കെ അതുപോലെ അവർ ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇന്ത്യയിലോട്ട് വരുമ്പോൾ ടാറ്റ ഇത് കുറച്ച് അവരുടെ സെഗ്മെൻറ്റ് ഹൈ ആയിട്ട് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലോട്ട് നോക്കുമ്പോൾ ആ റൈവൽസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടിയും പ്രീമിയം ആയിട്ടുള്ള ഒരു ഇന്റീരിയർ പോലെ നമുക്ക് തോന്നാം. പിന്നെ ഇതുവരെ ടാറ്റ ഇറക്കിയ കാസിൽ വെച്ചിട്ട് കുറച്ചും കൂടി നല്ല പ്രീമിയം ലേഔട്ട് തന്നെയാണ് ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇന്റീരിയറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയിൽ ഒരുപാട് കൊളാബറേഷൻസ് ഉണ്ട്. ഹാർമൻ കാർഡിൻ്റെയാണ് സൗണ്ട് സിസ്റ്റം വരുന്നത്. ഡിജിറ്റൽ ഡോൾബി അറ്റ്മോസ്ഫിയറായിട്ട് കൊളാബ് ഉണ്ട്. പിന്നെ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയിൻ്റെ ഡാഷ്ബോർഡിലൊരു സൗണ്ട് ബാർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിയൽ ലൈഫിൽ എങ്ങനെയാണ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. സിയറയുടെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ടാറ്റ ഇതിൽ എഞ്ചിൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 ടൈപ്പ് ഓഫ് എഞ്ചിൻസ് ആണ് ഇതിൽ കിട്ടുന്നത്.